കേരളത്തിൻ്റെ അസംബ്ലി തിരഞ്ഞെടുപ്പ് മുൻകാല തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാഠിന്യമേറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. എന്നാലും 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു മുന്നണിക്കെതിരെ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വരുന്നത്. തിരഞ്ഞെടുപ്പ് രംഗത്ത് അത് ചൂടുപിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ചായ്വ് UDFന് അനുകൂലമായി വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ കേരളത്തിലെ ട്രെൻഡ്? രാഷ്ട്രതന്ത്ര വിദഗ്ധനും മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ഗോപകുമാർ സാർ ഒപ്പം ചേരുകയാണ്. സാർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു ട്രെൻഡ് എന്താണ് ഇപ്പോൾ? ഒപ്പം തന്നെ എന്തൊക്കെ വിഷയങ്ങളാകും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുക? അതിനുശേഷം പോളിംഗ് ബൂത്തിലെത്തി അവർ വോട്ട് ചെയ്ത ശേഷം റിസൾട്ട് വരുമ്പോൾ ആ വിജയത്തിൻ്റെ കാറ്റ് എങ്ങോട്ട് വീശാനാണ് സാധ്യത? വലത്തോട്ടാണോ അതോ ഇടത്തോട്ടാണോ? കേരളത്തിൻ്റെ അസംബ്ലി തിരഞ്ഞെടുപ്പ് മുൻകാല തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാഠിന്യമേറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷേ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. 3 പ്രധാനപ്പെട്ട മുന്നണികൾ മത്സരിക്കുന്നു. പരമ്പരാഗതമായി 2 മുന്നണികൾക്ക് അടിത്തറ പാകിയ ഒരു ചരിത്രമുള്ള സംസ്ഥാനത്ത് NDAയുടെ നേതൃത്വത്തിലുള്ള 3-ാം മുന്നണിയും രംഗത്ത് ശക്തിയായി ഇറങ്ങിയതോടുകൂടി ഒരർത്ഥത്തിൽ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. NDA മുന്നണിക്ക് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കേരളം അതിൽ പെടുന്നതാണല്ലോ. CPM നയിക്കുന്ന LDFനും കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയെ തകർക്കാനാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്. UDF ആകട്ടെ 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന് ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ മത്സരം കാഠിന്യമേറിയതാണ്, സങ്കീർണവുമാണ്. ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്, ചുമതലയുമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം തുടർച്ചയായി ഭരിച്ചത് വഴി കേരള രാഷ്ട്രീയത്തിലൊരു വലിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചു. 3ാമതും ഭരണം കിട്ടുകയാണെങ്കിൽ അത്യപൂർവമായ ഒരു നേട്ടമായി അതിനെ പരിഗണിക്കും. BJPയുടെ നേതൃത്വത്തിലുള്ള NDA ആകട്ടെ 0-ൽ നിന്ന് കരകയറി 5 മുതൽ 10 സീറ്റുകൾ വരെ ലഭിച്ചാൽ തന്നെ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കും. ആരുടെ വോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനോടൊപ്പം തന്നെ NDA മുന്നണി ഭാവിയിൽ വളരാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ഏത് മുന്നണിക്കത് ക്ഷീണമുണ്ടാക്കും എന്നുള്ളതുമൊക്കെ ചർച്ചാ വിഷയമാകും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തുന്ന ഒരു അവസരമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുമ്പോഴും UDFൻ്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ അതിനെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ളിൽ തന്നെ ഗ്രൂപ്പ് വഴക്കുകളും മറ്റും നിലനിൽക്കുമ്പോൾ എത്രത്തോളം അവർക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയും? ഘടനാപരമായി LDFന് 11 കക്ഷികളുള്ളത് കൊണ്ട് തന്നെ UDFനേക്കാൾ സ്ട്രക്ചറലി ശക്തിയുള്ള മുന്നണിയാണ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ വലിയ ശക്തിയുള്ള കക്ഷികൾ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്വാധീനം എത്രയാണെന്ന് നമുക്കറിയാം. മറ്റ് ചെറിയ കക്ഷികളെയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാലും 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു മുന്നണിക്കെതിരെ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വരുന്നത്. വിലക്കയറ്റം, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അഴിമതി, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതി, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങൾ നേരിടുമ്പോൾ അത് മുതലാക്കാൻ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ UDFന് അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അവസരം അവർ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൽ കാണേണ്ടത്. തിരഞ്ഞെടുപ്പ് രംഗത്ത് അത് ചൂടുപിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ചായ്വ് UDFന് അനുകൂലമായി വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം സ്വാഭാവികമായും ഉണ്ടാവും.
പഴയ കണക്കനുസരിച്ച് 5 വർഷം തന്നെ ഒരു ഭരണത്തെ സഹിക്കുക കേരളത്തിലെ ഇലക്ടറേറ്റിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് 5 കൊല്ലം കൂടുന്തോറും ഭരണം മാറി മാറി വന്നത്. എന്നാൽ 10 കൊല്ലം തുടർച്ചയായി ഭരിക്കുമ്പോഴുണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം UDF എത്ര മുതലാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണേണ്ടത്. എന്തായാലും ഒരു ചെറിയ ചായ്വ് UDF അനുകൂലമായി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വലിയൊരു തരംഗമായി മാറാൻ ഇനി കുറച്ച് ദിവസങ്ങൾക്കിടയിൽ കഴിയുമോ എന്നുള്ളതുമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. സാർ, നമ്മൾ ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു പൊട്ടിത്തെറിയില്ലാതെ കെ സുധാകരൻ്റെ വിഷയം ഒഴിച്ചു നിർത്തിയാൽ UDF അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടുണ്ട്. UDF ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് കേരളത്തിൽ VD സതീശൻ, ഹൈക്കമാൻഡിൽ KC വേണുഗോപാൽ എന്നൊരു പാലം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്? അതോ ഈ ഇലക്ഷന് മുന്നോടിയായുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണോ ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൽ കാണുന്നത്? UDF സംബന്ധിച്ചിടത്തോളം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് UDF സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല, സുധാകരൻ്റെ വിഷയം ഒഴിച്ചു നിർത്തിയാൽ. പക്ഷേ സുധാകരൻ നഷ്ടപ്പെടുത്തിയ 5 പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഒരു ഞായർ മുതൽ വ്യാഴാഴ്ച വരെ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഒറ്റയാൾ നിന്ന് ഹൈക്കമാൻഡിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്കൊക്കെ പോകുമെന്നുള്ള ഭീഷണിയൊക്കെ പറഞ്ഞ് പഴയ അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ UDF പ്രോസ്പെക്ട്സ് തന്നെ തകരുന്നൊരു സാഹചര്യം വരുമോ എന്ന് പോലും പലരും തെറ്റിദ്ധരിച്ചു. ഒടുവിൽ സുധാകരൻ ഹൈക്കമാൻഡിന് വഴങ്ങി എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നീട് പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല. UDF ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ അസ്വാസ്ഥങ്ങൾ അത് ഏത് തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നതാണ്. ആ നിലയ്ക്ക് VD സതീശൻ വലിയൊരു മാതൃക തന്നെ നേതൃനിരയിൽ കാണിച്ചു. അദ്ദേഹം UDF വേണ്ടി ഇടതുപക്ഷത്തെ ശക്തമായി ആക്രമിക്കാനും അവരുടെ പൊള്ളത്തരങ്ങൾ കാണിക്കാനുമുള്ള നടപടികൾ എടുത്തു. അതിന് അദ്ദേഹത്തിന് തിരിച്ചാക്രമണവും നേരിട്ടു എന്നുള്ളത് സത്യമാണ്. നാളൊരു കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ കടുംപിടുത്തം പിടിക്കില്ല എന്ന് വരെ പറഞ്ഞത് UDF സമവാക്യങ്ങൾ നന്നായി വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇതുകൊണ്ട് UDF കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ UDF കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ എന്നും ഫാക്ഷണലിസത്തിന് ഒരു വിധേയമാവുന്നൊരു സംഘടനയാണ് UDF അതുപോലെ കോൺഗ്രസ് പാർട്ടിയും. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നൊരു സാഹചര്യം വന്നാൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പൊട്ടിത്തെറികൾ പിൽക്കാലത്ത് മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നതിനും ബാക്കിയുള്ള സാഹചര്യങ്ങൾക്കുമെല്ലാം അവർ നടത്തുന്ന പരമ്പരാഗതമായ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ താൽക്കാലികമായൊരു വെടിനിർത്തലായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ നേതൃത്വം നന്നായി കോൺഗ്രസ്സിൽ വരണമെന്നും യൂത്ത് കോൺഗ്രസ്സിനും മറ്റുള്ളവർക്കും അവസരം കൊടുക്കണമെന്നും ഒക്കെ ഉള്ളത് വസ്തുതയാണ്. അതിലൊരു കാര്യം തന്നെ നമ്മൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചാൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് എന്തിനാണ് അസംബ്ലിയിൽ മത്സരിക്കാൻ ഇത്രയും വ്യാമോഹമുണ്ടായെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പുതിയ ലീഡർഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല എന്നാണോ? അണികളെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണോ? അസംബ്ലിയിൽ മത്സരിക്കുക, അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ പോകുക, പാർലമെൻറ്റിൽ മത്സരിച്ചിട്ട് അസംബ്ലി, ഇത് ഇത്രയും കുറച്ച് ആൾക്കാരല്ലല്ലോ കോൺഗ്രസ്സിലുള്ളത്. പുതിയൊരു നേതൃനിര വളരണ്ടേ? അങ്ങനെ പുതിയ രക്തം കോൺഗ്രസ്സിനകത്ത് വരണ്ടേ? ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും അവസരം കൊടുക്കണ്ടേ? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി UDF കോൺഗ്രസും ഭരണത്തിൽ വന്നാലും ഇല്ലെങ്കിലും ശക്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. ആ നിലയ്ക്ക് കുറച്ചുകൂടി ഉണർവോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു പശ്ചാത്തലമാണുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരൊറ്റ ആശയത്തിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കാതെ അതിനപ്പുറം ഗവൺമെൻറ്റിന് ഒരുപക്ഷെ UDF ഗവൺമെൻറ് വരികയാണെങ്കിൽ എന്തൊക്കെ നാട്ടിന് ചെയ്യാൻ കഴിയും, എന്തൊക്കെയാണ് അവരുടെ വാഗ്ദാനങ്ങൾ, തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനി നടക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, സാമ്പത്തിക വളർച്ചയ്ക്ക്, തൊഴിലില്ലായ്മയ്ക്കെതിരെ എങ്ങനെ തൊഴിൽ നൽകാൻ കഴിയും, അഴിമതി എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, നാണയപ്പെരുപ്പം എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, വിലക്കയറ്റം എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ
നടപടികളും പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് UDFൻ്റെ ഭാഗത്തു നിന്ന് ഈ സമയത്ത് വരേണ്ടത്.